മസ്റ്റ് വാച്ച് ആണോ? മസ്റ്റ് വാച്ച് എന്ന് വെച്ചാൽ മസ്റ്റ് വാച്ച് ആണ്. എ സി ഒക്കെ എങ്ങനെയാണ് തിയേറ്ററിൽ? എ സി ഉള്ള വേണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ കയറിയത്. അല്ലാതെ സിനിമയിൽ എടുത്തു പറയാൻ വേണ്ടി പോസിറ്റീവ് ആയിട്ട് പോസിറ്റീവായിട്ട് പറയാൻ വേണ്ടിട്ട് ഒന്നുമില്ല. കൂട്ടമണി എടുത്ത ടീമാണ് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ എന്നിട്ട് അതിന്റെ ഒരു ഇമ്പാക്ട് ഒന്നും കിട്ടിയിട്ടില്ല. നല്ല പടം. ഷൈൻ ടോം ചാക്കോടെ കിടിലായിട്ട് അഭിനയിച്ചു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു മെസ്സേജ് ആണോ? അടിനാശം വെള്ളപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ കണ്ടോണ്ടെന്ന് പിന്നെ ഇറങ്ങി പിടിച്ചില്ല. ഡ്രഗ്സിനെ പറ്റിയുള്ള സിനിമയാണോ? ഡ്രഗ്സ് കടത്തുന്നത് അതിന്റെയൊക്കെ തന്നെ. പക്ഷെ എനിക്ക് പിന്നെ അത് പിടിച്ചില്ല. എന്തുകൊണ്ടാണ്? കോമഡീസ് ഒന്നും വർക്കൗട്ട്? കോമഡീസ് കുഴപ്പമില്ല, പക്ഷെ എന്തോന്ന് പടം ഭയങ്കര ലാഗ്. പിന്നെ എല്ലാവർക്കും പഠിക്കണമെന്നില്ല. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അതില് സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് അടിച്ചായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയിരുന്നു നല്ലതുപോലെ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നത്. ഷൈൻ ടോം ചാക്കയുടെ അഭിനയമായിരുന്നു ഒരു രക്ഷയില്ലാത്തത്. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അങ്ങ് അഴിഞ്ഞാടുവാണ് കോമഡിയിലൊക്കെ. പിന്നെ നമ്മുടെ യൂട്യൂബ് താരം ശ്രീനാഥ് അടിപൊളി. അയ്യോ, പുള്ളിക്കാരനെ പറയണം, നല്ല ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. സൂപ്പർ ആയിരുന്നു. ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചിരിച്ചത് മരിച്ചെന്ന് തന്നെ പറയാം. ലാസ്റ്റ് ഞാൻ ആദ്യം ഇച്ചിരി ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്കും ലാഗാണ്, കുഴപ്പമില്ല ആയിരിക്കും എന്ന് കരുതി. പക്ഷെ സെക്കൻഡ് ഹാഫ് പൊളിച്ച്. നല്ല പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് സ്റ്റോറിയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഫുള്ള് കോമഡിയാണ്. ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോമഡി ഉണ്ടായിരുന്നു. ഷൈൻ ടോം ചാക്കോ നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഫാമിലി ആയിട്ട് തന്നെ എല്ലാവരും വന്ന് കാണണമെന്ന് പറയുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒരു മെസ്സേജ് ആണ് ഈ സിനിമ. ഡ്രഗ്സിനെതിരെയുള്ള നല്ലൊരു മെസ്സേജ് ഉണ്ട്. പിന്നെ ഒരുപാട് ക്യാമിയോ റോൾസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ക്യാമിയോ പിന്നെ പല പടത്തിന്റെ റെഫറൻസ് വരുന്നുണ്ട്. നന്നായി, നല്ല രസമുണ്ട്. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. വലിയ റിവ്യൂ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. എങ്കിലും ഒരു വൺ ടൈം വാച്ചിന് വേണ്ടിയുണ്ടോ? വൺ ടൈം വാച്ചിന് കൊള്ളാം. ഇപ്പോഴത്തെ സമൂഹത്തിന് ഒരു മെസ്സേജ് ആണോ സിനിമ? അത് ഉറപ്പായിട്ടും ആണ്. ശ്രീകാന്ത് സ്റ്റുഡൻസിനും എല്ലാവർക്കും ഒക്കെ ഒരു ഇതായിട്ട് നമുക്ക് കാണാം. ശ്രീകാന്ത് വെട്ടിയാറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. പുള്ളിയുടെ അഭിനയം എല്ലാം കൊള്ളായിരുന്നു. അടിനാശം വെള്ളപ്പൊക്കം നല്ല പടം. കോമഡീസ് ഒക്കെ വർക്കൗട്ട്? നല്ല കോമഡിയാണ്, നല്ല രസമുണ്ട്. ഇപ്പോഴത്തെ സമൂഹത്തിന് ഒരു മെസ്സേജ് ആണോ? മെസ്സേജ് പ്രത്യേകിച്ച് നമ്മുടെ ഈ കുട്ടികളെ, കോളേജിലെ സ്കൂൾ കുട്ടികളെ കാണാനുള്ള ഒരു പടം കൂടി തന്നെയാണ്. നല്ല മെസ്സേജാണ്. സിനിമ അടിപൊളി, സിനിമ നന്നായിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കയൊക്കെ നമ്മൾ എക്സെപ്റ്റിംഗ് മീൻസ് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ വളരെ മുകളിലായിട്ടുണ്ട്. പുള്ളിയുടെ തിരിച്ചറിവ് ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ ആ ഒരു തീം തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. നല്ല സിനിമ ഫാമിലിയോട് കൂടി നന്നായിട്ട് നല്ല എന്റർടൈൻമെന്റ് ആണ്. വേറെ ഒരു വൾഗർ അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് നല്ലൊരു സന്ദേശം തരുന്ന ഒരു സിനിമ തന്നെ.